ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ അർജുനാണെങ്കിൽ ശ്യാമളെടുത്തും അതുപോലെ തന്നെ ശിവരാമനോടും ഇന്ദിര, ആര്യ എല്ലാവരും നേരത്തെ നിൽക്കാണ്. അവരോട് അന്നുണ്ടായിരുന്ന സംഭവം തുറന്നു പറയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു സാധാരണ പെണ്ണല്ല അഞ്ജലി. ഞാൻ അവളെ നിർബന്ധിച്ചാൽ പോലും വീട്ടുകാർക്ക് മാത്രം വേണ്ടി സ്നേഹിക്കുന്ന മാത്രം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അഞ്ജലി. അവൾ ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല. അങ്ങനെ അവളെ നിർബന്ധിച്ച് ഒരിക്കലും വിവാഹം കഴിപ്പിക്കാനും പറ്റില്ല. പിന്നെ അന്ന് എന്ത് നടന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് അർജുൻ ആ കഥ പറയാണ്. അന്ന് ഇവിടെ വന്നിട്ട് നിങ്ങൾ അഞ്ജലിക്ക് വേണ്ടി എനിക്ക് വേണ്ടി പെണ്ണാലോചിച്ചിരുന്നല്ലോ. ആ സമയത്ത് ഞാനത് വേണ്ടെന്ന് വെക്കാൻ കാരണം വേറൊന്നുമല്ല, പത്മ കേസ്. അതെ, പത്മ കേസിൽ അഞ്ജലിയുടെ കോൺസെൻട്രേഷൻ ഫുള്ള് പത്മ കേസിൽ തന്നെ വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം പത്മ കേസ് കഴിഞ്ഞ് അതിനുശേഷം എന്റെ വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഇവിടെ വന്ന് പെണ്ണാലോചിക്കാം, അതായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ ആ ആഗ്രഹങ്ങളെല്ലാം തെറ്റിച്ചു കൊണ്ടിട്ടാണ് അന്ന് ആ ഒരു സംഭവം ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് അർജുൻ പറയുന്നുണ്ട്. അന്ന് പത്മേനെ തേങ്ങാപട്ടണത്ത് കൊണ്ടുപോകണം ആ ദിവസം എന്ന് പറഞ്ഞിട്ട് പറയാണ്. അഞ്ജലിയും അതുപോലെ തന്നെ പത്മയും കൂടി ആ ഗുണ്ടകളുടെ കയ്യിൽ പെട്ടതും അർജുനും അതുപോലെ തന്നെ പാർത്ഥസാരഥിയും കൂടി അവിടെ അവരെ രക്ഷപ്പെടുത്തി ഓടിക്കൊണ്ടു പോണ സമയത്ത് ഗുണ്ടകൾ പുറകയിൽ വന്നതും അമ്പാടിയും പത്മയും കൂടി വഴി മാറ്റിപ്പോയതും അഞ്ജലിയും അർജുനും വേറൊരു വഴിയെ കൂടി പോയതും വഴി തെറ്റിയ അഞ്ജലിയും അർജുനും കൂടി നേരെ പോയി പെട്ടത് സമൂഹ വിവാഹം നടക്കുന്നവിടെയാണെന്നും അവര് ആ സമയത്ത് സമൂഹ വിവാഹം നടത്തുന്ന ആ പുള്ളിക്കാരൻ അഞ്ജലി എടുത്തും അർജുനോട് ചോദിക്കേണ്ടത്, നിങ്ങൾ കായംകുളത്തുനിന്ന് വന്ന പാർട്ടിയല്ലേ, വിവാഹത്തിന് വേണ്ടി വന്ന ആൾക്കാരല്ലേ എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് സ്റ്റേജിൽ കൊണ്ടേ നിർത്തിയതും ശേഷം പിന്നീട് അവിടെ നടന്നതെല്ലാം തന്നെ വിചാരിച്ച പോലെയൊന്നുമല്ല. അന്ന് മുമ്പിലാണെങ്കിൽ ഗുണ്ടകൾ, പിന്നെ രക്ഷപ്പെടാൻ വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ മുമ്പിൽ വേറൊരു മാർഗം ഇല്ലാത്തത് കൊണ്ടാണ് അന്ന് വിവാഹം കഴിക്കേണ്ടി വന്നത് എന്നുള്ള കഥ പറയാണ് നമ്മുടെ അർജുൻ കേട്ടോ. ഇത് കേട്ട് ശ്യാമളയും അതുപോലെ തന്നെ ശിവരാമനൊക്കെ ഇങ്ങനെ ആകെ അന്താളിച്ച് നിൽക്കുമ്പോഴേക്കും എന്തിനെ പുച്ഛത്തോളഹോ, പിന്നെ ഇതൊക്കെ എന്ത് കഥ അർജുനോട് ചോദിക്കേണ്ടേ. എടാ, ഈ കഥ ഏത് സിനിമയിലെ കഥയാടാ? അല്ല, കഥ കേട്ടിരിക്കാൻ നല്ല രസമുണ്ടേ. ഇത് ഏത് സിനിമയിലെ കഥയാ മോനെ? അല്ല, അതോ നിന്റെ ഈ വക്കീല് ഭാര്യ പറഞ്ഞെന്ന കഥ വല്ലതുമാണോ എന്നിങ്ങനെ ചോദിക്കാണ്. അല്ല, പറയാൻ പറ്റില്ല, ചിലപ്പോ ഈ വക്കീലിന്റെ ബുദ്ധിയിൽ ഉദിച്ച വല്ല കഥയായിരിക്കേ എന്ന് പറയുമ്പോഴേക്കും ശ്യാമള പറയണ്ടേ, എന്തിനെ മതി, നിർത്ത്. അവന് പറയേണ്ടത് അവൻ പറഞ്ഞു, പക്ഷെ ഇനി എനിക്ക് പറയേണ്ടത് ഞാൻ പറയാം. നടക്കേണ്ടതൊക്കെ നടന്നു, സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ സംഭവിച്ചു. ഇനി എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം മാത്രമാണ്, അഞ്ജലി ഇനി ഭർത്താവായിട്ടുള്ള രാജീവിന്റെ കൂടെ രാജീവിന്റെ വീട്ടിലാണ് നിൽക്കേണ്ടത്. അമ്മ, ഞാൻ പറഞ്ഞത് ഒന്ന് വിശ്വസിക്കേ എന്ന് പറയുമ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ വിശ്വസിക്കായിക ഒന്നുമില്ല. എന്തായാലും ഇനിയിപ്പോ നിന്റെ കല്യാണം കഴിഞ്ഞ വീട് രാജീവിന്റെ വീടാണ്, അപ്പൊ അവിടെയാണ് നീ നിൽക്കേണ്ടത്. അർജുൻ പറയുന്നുണ്ട്, അമ്മേ, ഞാൻ എന്റെ വീട്ടില് കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് സാവകാശം വേണം. ശ്യാമള പറയണ്ടേ, എന്ത് സാവകാശം? ഇനി എന്ത് സാവകാശം നിനക്ക് വേണ്ടത്? അത് നിന്റെ മാത്രം പ്രശ്നങ്ങളാണ്, ഞങ്ങൾക്കത് അറിയേണ്ട ഒരു കാര്യമില്ല. എന്തായാലും അഞ്ജലിയുടെ പറഞ്ഞത് കേട്ടല്ലോ, ഇനി രാജുവിന്റെ വീട്ടിൽ പോയി നിന്നോ എന്ന് പറഞ്ഞിട്ട് ശ്യാമള അകത്തേക്ക് പോവാണ്. ശിവരാമനോട് നമ്മുടെ അഞ്ജലി പറഞ്ഞ, അച്ഛ ഞാൻ പറയണത് ഒന്ന് വിശ്വസിക്കച്ച, അച്ഛൻ ഞാൻ പറയണത് ഒന്ന് കേക്കച്ച എന്ന് പറയുമ്പോ ശിവരാമൻ പറയണ്ട്, കോടതിയിൽ ഒരു വിധിയേ ഉള്ളൂ, ആ വിധി പിന്നെ മാറ്റില്ല. ആ വിധിയാണ് നിന്റെ അമ്മ പറഞ്ഞത്. ഞാനും നീയും നല്ല കൂട്ടുകാരായിരുന്നു, മനസ്സിൽ ഒരു ചതിയോ ഒരു മറയോ ഒരു രഹസ്യവും ഇല്ലാതെ നല്ല കൂട്ടുകാര്. പക്ഷെ രഹസ്യം ഒളിപ്പിക്കാൻ തുടങ്ങിയപ്പോ ആ കൂട്ടും പോയി. ശ്യാമള പറഞ്ഞില്ലേ, അതന്നെ എനിക്കും പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശിവരാമൻ അകത്തേക്ക് കയറി പോവാണ്. എന്തിനാ പറയണ്ട, ഇനി എന്താ നോക്കിക്കൊണ്ടിരിക്കണത്, കെട്ടും പാണ്ടൊക്കെ എടുത്തോണ്ട് പോയിക്കോ അമ്മേ എന്ന് ആര്യ പറയുമ്പോ, എന്തടിക്ക് അമ്മേ, കുറെ നേരമല്ലേ കമ്മേ 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 ഹോ എന്ന് പറഞ്ഞിട്ട് ഇന്ദിരയും അകത്തേക്ക് കയറി പോവാണ്. അർജുൻ വേഗം പോയിട്ട് അഞ്ജലിയുടെ ബാഗ് അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് അഞ്ജലിയുടെ കൈ പിടിച്ചിട്ട്, വാടോ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അഞ്ജലിയുടെ കൈ പിടിച്ച് സ്ലോ മോഷനിൽ അവിടെ നിന്ന് നടന്നു പോവാട്ടോ. ആര്യ വിഷമത്തോടു കൂടി തന്നെ അവരെ തന്നെ നോക്കുകയാണ്. അർജുൻ അഞ്ജലിനെയും കൂട്ടിക്കൊണ്ട് വണ്ടിയിൽ കയറാൻ പോകുന്ന സമയത്ത് അവിടുത്തെ നാട്ടുകാരൊക്കെ ഇവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാട്ടോ. ശേഷം അവർ വണ്ടി എടുത്തിട്ട് നേരെ കുറച്ച് ദൂരം അങ്ങനെ സഞ്ചരിച്ചു പോവാണ്. അഞ്ജലി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുൻ അഞ്ജലിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അനുപമേനെയാണ്. അനുപമ ഒരു ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി കുടിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ഇന്ദിര ഫോൺ വിളിക്കുകയാണ്. അമ്മായി ആണല്ലോ, ഹലോ അമ്മായി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ, ഇടി മോളെ അനു, നീ പറഞ്ഞതെല്ലാം സത്യമാടി. അതെ, അഞ്ജലിപ്പന്റെ കല്യാണം കഴിഞ്ഞു. ഓഹോ, എന്നിട്ട് എന്ത് തീരുമാനിച്ചു? എന്റെ അച്ഛനും അമ്മയും ആ രാജീവ് എന്ന് പറഞ്ഞ പയ്യനുണ്ടല്ലോ, അവൻ എന്തൊക്കെയോ ഒരു കഥ വന്ന് പറയുന്നുണ്ടായിരുന്നു. രാജുവോ? ഏത് രാജു? ആ പയ്യൻ തന്നെയാ, അവളെ കല്യാണം കഴിച്ച പയ്യൻ. അവളെ കല്യാണം കഴിച്ച പയ്യൻ രാജീവോ? അതെ, ആ കറുത്ത കാറിൽ വരുന്ന ആ വെളുത്ത പയ്യനില്ലേ രാജീവ്, അവൻ തന്നെയാ എന്ന് പറയുമ്പോഴേക്കും അനുപമ മനസ്സിൽ വിചാരിക്കണ്ട, ഓഹോ, അപ്പൊ കള്ള പേരിലാണ് അവൻ അഞ്ജലിയുടെ പ്രണയം
മേടിച്ചെടുത്തത്. കൊള്ളാം, നല്ല ഐഡിയ തന്നെ. എന്നിട്ട് അമ്മായി പറ, ബാക്കി പറ. എന്നിട്ട് അച്ഛനും അമ്മയും അവളെ കേറ്റിയോ അത് തള്ളിക്കളഞ്ഞോ? നല്ല ആൾക്കാരാ. ശ്യാമള ആരാ മോള്? ഭർത്താവിന്റെ കൂടെ പോയി ഭർത്താവിന്റെ വീട്ടിൽ നിന്നു എന്ന് പറഞ്ഞേ പറഞ്ഞു വിട്ടു. അവള് കുറെ പറഞ്ഞൊക്കെ നോക്കി, ആ പയ്യനും കുറെയൊക്കെ പറഞ്ഞു നോക്കി. രണ്ടുപേരും ശ്യാമളയും ശിവരാമേട്ടനും അടുപ്പിച്ചില്ല. രണ്ടുപേരും ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു. എന്നിട്ട് അവരെവിടേക്കാ പോയത്? കെട്ടിയും പാണ്ടൊക്കെ എടുത്തിട്ട് എവിടെയൊക്കെയോ പോയി. എവിടേക്കാ അമ്മായി? അതൊന്നും എനിക്ക് അറിയില്ല. അവന്റെ വീട്ടിലേക്കായിരിക്കും. അയ്യോ, എന്റെ ബസ് പോകാൻ സമയം. ശരിയടി മോളെ എന്ന് പറഞ്ഞിട്ട് എന്തിനാ ഫോൺ വെക്കാണ്. അനുപമ മനസ്സിൽ വിചാരിക്കാണ്, ഈശ്വര, ഇനി ആ പായ എങ്ങനെ എടുത്തിട്ട് അവൾ ഇവിടെ വന്ന് നിവർത്തോ ശംഖുചക്രത്തിൽ എങ്കിലും എന്റെ എല്ലാ കാര്യവും തീർന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അനുപം അങ്ങനെ നിൽക്കുവാട്ടോ. അതിനുശേഷം കുറച്ചു ദൂരം കഴിയുമ്പോഴേക്കും അർജുൻ അഞ്ജലിയെടുത്ത് പറയുന്നുണ്ട്, എടോ, താനിതുവരെ ഒന്നും കഴിക്കോ കുടിക്കോ ഒന്നും ചെയ്തില്ലല്ലോ. വാ, നമുക്ക് ഈ ചായ കിടന്ന് എന്തെങ്കിലും കുടിക്കോ കഴിക്കോ ചെയ്യാം. ചെറുതായിട്ട് ലൈറ്റായിട്ട്. വേണ്ട രാജു, എനിക്കൊന്നും വേണ്ട. അത് കൊള്ളാം, ഇന്നലെ രാത്രി മുതൽ താനൊന്നും കഴിച്ചിട്ടില്ല. താൻ വാ എന്ന് പറഞ്ഞിട്ട് അർജുൻ വണ്ടി നിറക്കാണ് അഞ്ജലിനെ. ശേഷം രണ്ടുപേരും കൂടെ ആ ചായക്കടയിൽ കയറുന്നുണ്ട്. ചേച്ചി, 2 ചായ 2 കടി എന്ന് പറയാണ്. അങ്ങനെ 2 ചായ കടികളും കൊടുക്കുന്നുണ്ട്. അഞ്ജലി ചായ കുടിക്കേണ്ട, അർജുനും ചായ കുടിക്കാണ്. അർജുൻ പറയുന്നുണ്ട്, ഷോ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ലല്ലോ, തന്നെ കൊണ്ട് ഞാൻ എവിടെ പോകുന്ന അറിയില്ലല്ലോ എന്ന് പറയുമ്പോ അഞ്ജലി പറയുന്നുണ്ട്, എവിടെ പോവാൻ? രാജുവിന്റെ വീട്ടിലേക്ക് പോവാൻ. എടോ, അതിനെ കുറിച്ച് സമയം വേണം. എനിക്ക് എന്റെ വീട്ടുകാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണ്ടേ എന്ന് ചോദിക്കുമ്പോഴേക്കും, മതി രാജീവ്, കുറെ നാളായാലും കൺവിൻസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്റെ വീട്ടുകാരുടെ അവസ്ഥ രാജീവ് കണ്ടില്ലേ? ഇനി രാജുവിന്റെ വീട്ടുകാർക്കും അത് തന്നെയാ ചെയ്യണമെങ്കിൽ അവര് ചെയ്തോട്ടെ. പക്ഷെ ഇതിനെ മറച്ചു വെച്ചിട്ട് എനിക്കൊന്നും ചെയ്യാനോ പറയാനോ ഒന്നുമില്ല. നമ്മൾ നേരെ പോകുന്നു രാജുവിന്റെ വീട്ടിലേക്ക്. അവരെന്ത് തീരുമാനിക്കും? നമ്മളെ പടിയിറക്കി വിടുകയാണെങ്കിൽ വിടട്ടെ. അഥവാ അവിടെ വരുന്ന കാര്യങ്ങൾ പിന്നെ നമുക്ക് അവിടെ എത്തുമ്പോ തീരുമാനിക്കാം. അല്ലാതെ വേറെ എവിടേക്കും ഞാൻ ഇനിയില്ല എന്ന് പറഞ്ഞിട്ട് അഞ്ജലി ചായ കുടിച്ച് വേഗം പുറത്തേക്ക് ഇറങ്ങുവാട്ടോ. അർജുനും ആകെ ടെൻഷൻ ആവാണ്. അർജുനും ചായ പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് അഞ്ജലി എടുത്ത് പറയുന്നുണ്ട്, എല്ലാത്തിനും കാരണം തന്റെ ഈ താലിയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞതാണോ ഈ താലി സൂക്ഷിക്കണമെന്ന്? പെട്ടെന്ന് തന്നെ അഞ്ജലി പറയുന്നുണ്ട്, അതെ രാജീവ്, ഒന്ന് നിർത്തിക്കേ. രാജീവ് എന്താ വിചാരിച്ചത്? ഒരു താലിമാല സൂക്ഷിക്കാൻ അറിയാത്ത വെറും ഒരു പെണ്ണാണ് ഞാനെന്നോ? ഞാനിത് തന്നെ സൂക്ഷിച്ചും കണ്ടൊക്കെയാ വെച്ചിട്ടായിരുന്നു. ഇതൊന്നും അല്ല പ്രശ്നം. പിന്നെ എന്താ പ്രശ്നമായത്? അത് എന്റെ ചേച്ചിയാ എല്ലാത്തിനും കാരണം. ആര്യയോ? അല്ല, അതെന്റെ കസിൻ സിസ്റ്റർ അല്ലേ, എന്റെ സ്വന്തം ചേച്ചി. സ്വന്തം ചേച്ചിയോ? അതെ, എനിക്കൊരു സ്വന്തം ചേച്ചിയുണ്ട്, അനുപമ. അതെ, അനുപമ. അവള് ഒരു ദുരാഗ്രഹം പിടിച്ച ഒരു പെണ്ണായിരുന്നു. ഒരു പയ്യനെ വിവാഹം കഴിച്ച് ശംഖുചക്രത്തിലെ രാഘവനുടെ മൂത്ത മകനെ വിവാഹം കഴിച്ച് അവിടെ നിൽക്കും അവള്. അനുപമ അഭിലാഷ് എന്ന് പറയാണ്. ഇത് കേൾക്കുന്നത് അർജുൻ ആകെ ഷോക്ക് ആവാട്ടോ. ഈശ്വര, അനുപമ ചേച്ചി അപ്പൊ ഇവളുടെ ചേച്ചിയാണോ എന്ന രീതിയിൽ അർജുൻ ഇങ്ങനെ ആലോചിക്കാണ്. ശേഷം അഞ്ജലി പറഞ്ഞ അവളെ എല്ലാം തുറന്നു പറഞ്ഞത് എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ അച്ഛനും അമ്മ എടുത്ത് എല്ലാ രഹസ്യങ്ങളും പറഞ്ഞത് അവള് തന്നെയാ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അകത്തേക്ക് കയറി പോവാണ്. അർജുൻ ആകെ ഷോക്ക് അടിച്ച പോലെ നിൽക്കുവാട്ടോ. കാരണം അഞ്ജലിയുടെ ചേച്ചിയാണ് അനുപമ എന്ന് അറിഞ്ഞ ആ ഒരു നിമിഷം അർജുൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നു കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് വളരെ ചെറിയൊരു എപ്പിസോഡായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.